ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറയൂരിനെ കുറിച്ചാണ്. മറയൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ വരുന്നത് സുഗന്ധം നിറഞ്ഞ ഓർമ്മകളും അതുപോലെ തന്നെ മധുരം നിറഞ്ഞ ഓർമ്മകളുമാണ്. ഇങ്ങനെ പറയാൻ കാരണം മറയൂരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ളത്. ചന്ദനം വനമായിട്ടുള്ള സ്ഥലമാണ് മറയൂർ. അതുപോലെ തന്നെ മറയൂരിലാണ് കരിമ്പ് കൃഷി, കരിമ്പിൽ നിന്നും ശർക്കര ഉണ്ടാകും. വളരെ ലോകപ്രശസ്തമായ മറയൂർ ശർക്കരയും മറയൂർ ചന്ദനവും കൊണ്ട് പ്രശസ്തമാണ് മറയൂർ. മറയൂരിന് ഇങ്ങനെ പേര് കിട്ടാൻ കാരണം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം, മറഞ്ഞിരിക്കുന്ന ഊര്, മറഞ്ഞിരിക്കുന്ന സ്ഥലം എന്ന പേരിലാണ് മറയൂർ എന്ന പേര് വരാൻ കാരണം. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പൊതുവെ വ്യത്യസ്തമായൊരു കാലാവസ്ഥയാണ് ഇവിടെ. മൂന്നാറിൽ പോലെ തണുപ്പൊക്കെ ഉണ്ട് എങ്കിലും ഇതൊരു മഴ നിഴൽ പ്രദേശമാണ്. കേരളത്തിൽ ഇടവപ്പാതിയൊക്കെ തകർത്ത് പെയ്യുമ്പോഴും മറയൂരിൽ ചെറിയ നൂൽമഴയൊക്കെ വല്ലപ്പോഴും പെയ്തെങ്കിലായി, അത്രയേ ഉള്ളൂ. 50% കേരളത്തിൽ ലഭിക്കുന്നതിന് മഴ പോലും മറയൂരിൽ കിട്ടുന്നില്ല. പിന്നെ കേരളത്തിലെ ജൈവ പച്ചക്കറി കൃഷി കൊണ്ട് പ്രശസ്തമായ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മറയൂരിന് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുറച്ചു യാത്ര ചെയ്ത് ചിന്നാർ വന്യജീവി സങ്കേതം ഇതിൻ്റെ തൊട്ടടുത്താണ്. അതിന് തൊട്ട് അടുത്തുള്ള ഉടുമ്പൽപേട്ട എന്ന് പറയുന്ന തമിഴ്നാട് പട്ടണത്തിലേക്ക് യാത്ര ചെയ്യാം. ഇത് ശരിക്കും മൂന്നാർ ടൗണിൽ നിന്നും 42 കിലോമീറ്ററും നമ്മുടെ പാമ്പാരഡൈസിൽ നിന്നും 72 കിലോമീറ്റർ യാത്ര ചെയ്താൽ മറയൂരിൽ എത്തിച്ചേരാം. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ മറയൂരും നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അവിടുത്തെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലവും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ ചന്ദന വനത്തിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്യാം. അതൊക്കെ നമുക്ക് ഇതിൽ പകർത്താം. അപ്പോൾ നിങ്ങൾ അടുത്ത യാത്രയിൽ മറയൂർ ഉൾപ്പെടുത്തുക. ഇടുക്കിയെക്കുറിച്ച് അറിയുന്നതിനും മൂന്നാറിനെ കുറിച്ച് അറിയുന്നതിനുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ.